ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ഞാനിലേക്ക് സ്വാഗതം. മഹാവതാര നരസിംഹ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ നോർത്ത് അമേരിക്കയിലത്തെ കളക്ഷൻ 250K+ ആയിട്ടുണ്ട്. പിന്നെ ഓസ്ട്രേലിയയിലത്തെ ഹിന്ദി തിയേറ്റർ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതേമാതിരി ഓസ്ട്രേലിയത്തെ തെലുങ്ക് തിയേറ്റർ ലിസ്റ്റും അതേമാതിരി കന്നഡ തിയേറ്റർ ലിസ്റ്റും കിട്ടിയിട്ടുണ്ട്. ഒക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ന്യൂസിലാൻഡത്തെ ഹിന്ദി തിയേറ്റർ ലിസ്റ്റും കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇത് ഇത്ര ദിവസം കൊണ്ട് ഇന്ത്യയിൽ 105 കോടിയിലും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുണ്ട് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു അനിമേറ്റഡ് പടമായിട്ട് അത്യാവശ്യം കളക്ഷൻ നേടിയിരിക്കുകയാണ്. ഗംഭീരമാവട്ടെ. എന്തായാലും ഇനി ഇതിൻ്റെ കുറേ പാർട്സൊക്കെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതും സെറ്റായി വരട്ടെ. പിന്നെ സറണ്ടർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ സ്നീക്ക് പീക്ക് 2 പുറത്തിറങ്ങി. പിന്നെ 120 ബഹദൂർ എന്ന് പറഞ്ഞിട്ടുള്ള പടം നവംബർ 21, 2025 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ KJB ടോക്കീസ് ഇവർ ഹോട്ട്സ്പോട്ട് 1, ഹോട്ട്സ്പോട്ട് 2 മാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള 2 പടമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇവരുടെ 3ാമത്തെ പ്രൊഡക്ഷനിൽ വരുന്ന പടത്തിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് പോലത്തെ സംഭവം വന്നിട്ടുണ്ട്. എന്തായാലും മാരൻ കാർത്തികേയൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കഥ എഴുതിയിട്ടുള്ളതും ഡയറക്ഷൻ ചെയ്യുന്നതും. പിന്നെ ഹൗസ്മേറ്റ്സ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ സ്നീക്ക് പീക്ക് വന്നിട്ടുണ്ട്. പിന്നെ നരേഷ് 65 അതിൻ്റെ പൂജ ഇന്നലെ രാവിലെ 8:00 നടന്നിട്ടുണ്ട്. പിന്നെ ഇതേ മുരളി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ വന്നിരുന്നു. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഇന്ദ്ര എന്ന് പറഞ്ഞ പടത്തിന് യുബാരെ സർട്ടിഫിക്കറ്റാണ് കിട്ടിയതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഓഹോ എന്തൻ ബേബി എന്ന് പറഞ്ഞിട്ടുള്ള നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് 8 പുറത്തിറങ്ങുമെന്ന് അറിയിച്ചു. തമിഴ്, ഹിന്ദി, തെലുങ്ക്, മലയാളം, കന്നഡ എന്ന് പറഞ്ഞ 5 ഭാഷകളിലായിരിക്കും പുറത്തിറങ്ങുക. പിന്നെ അനന്തൻ കാട് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൽ നിന്ന് വിജയരാഘവൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. നാഷണൽ അവാർഡ് വിൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പോസ്റ്ററാണ്. പിന്നെ സ്വയർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ സ്റ്റില്ലൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ജൂലൈ 31, 2026 പടം റിലീസാകാൻ പോകുന്നത്. പിന്നെ അജിത് കുമാറിൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മാസ് ചതര എന്ന് പറഞ്ഞ പടത്തിലത്തെ ഒലേ ഒലേ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിൻ്റെ പ്രോമോ എന്നാലും 10:08 വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ. എന്തായാലും വന്നിട്ടുണ്ട്. എന്തായാലും ഫുൾ സോങ് ഇന്ന് 4:06 വരും. പിന്നെ ഓ ഗോഡ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ഒരു പോസ്റ്റർ വന്നു. പിന്നെ ആനന്ദി അഭിനയിക്കുന്ന ഗർവിധി ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള പടം അവിടുത്തെ നല്ല ചിലകര മുഖ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് ഇന്നലെ 6/3 പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ദടക്ക് 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ കളക്ഷൻ 14.13 കോടിയാണെന്നുള്ള അറിയിച്ചു. പിന്നെ ജൂനിയർ എന്ന് പറഞ്ഞ പടത്തിലത്തെ വൈറൽ വയ്യാരി എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറങ്ങി. പിന്നെ ട്രെൻഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള സൺനെക്സിലൂടെ ഓഗസ്റ്റ് 8 OTT റിലീസ് ആവാനുള്ള അറിയിച്ചു. പിന്നെ ജലധാര എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീസർ ഓഗസ്റ്റ് 8 വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അതേമാതിരി ഘാട്ടി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ നാളെ വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓഗസ്റ്റ് 6 ടൈം അറിയിച്ചിട്ടില്ല, മിക്കവാറും ഒന്ന് അറിയിക്കുന്നുണ്ടായിരിക്കും. പിന്നെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ പ്രൊമോഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. സ്ക്രീനിൽ എടുക്കാം. പിന്നെ സൂ ഫ്രം സോ എന്ന് പറഞ്ഞിട്ടുള്ള കേരളത്തിൽ ദുൽഖർ സൽമാൻ്റെ FR ഫിലിംസ് റിലീസിന് എത്തിച്ചേരും. എന്തായാലും ആദ്യത്തെ സൺഡേയിൽ ഏകദേശം 50 ലക്ഷമാണ് കളക്ഷൻ കിട്ടിയിട്ടുള്ള പടത്തിന്. എന്തായാലും ഇപ്പോൾ 1 കോടിയുടെ മുകളിലേക്കായിട്ടുണ്ട് കേരളത്തിൽ നിന്ന് മാത്രം കളക്ഷൻ. നല്ല അഭിപ്രായമാണ് പടത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ തെലുങ്ക് വെർഷൻ്റെ റിലീസ് ഓഗസ്റ്റ് 8 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ട്രെയിലർ ഇന്നലെ വരും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ വെയിലത്തെ ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഇപ്പോൾ നിലവിലുള്ളതാണ്. പിന്നെ ഓടും കുതിര ചാടും കുതിര എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പുതിയ പോസ്റ്റർ വന്നിരുന്നു. എന്തായാലും ഓഗസ്റ്റ് 29 പടത്തിൻ്റെ റിലീസ് എന്നുള്ള അറിയിച്ചുകൊണ്ടാണ് പോസ്റ്റർ വന്നിട്ടുള്ളത്. ഓൾറെഡി മുന്നത്തെ പോസ്റ്ററിൽ അറിയിച്ചാണ്, ഇതൊരു പുതിയ പോസ്റ്റർ മാത്രം. പിന്നെ മാളവിക മോഹനൻ്റെ ബർത്ത്ഡേ ആയിട്ട് സർദാർ 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ബർത്ത്ഡേ വിഷുവിൻ്റെ പോസ്റ്റർ ഇറക്കി. അതേമാതിരി രാജാസാബിൻ്റെ ഭാഗത്തു നിന്ന് ബർത്ത്ഡേ വിഷുവിൻ്റെ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻലാലിൻ്റെ പടത്തിൽ നിന്ന് ബർത്ത്ഡേ വിഷു കൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഗൂഢാചാരി എന്ന് പറഞ്ഞ അവിടെ ഇറങ്ങിയിട്ട് 7 വർഷമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 2ാം ഭാഗം G2 എന്ന് പറഞ്ഞിട്ടുള്ള പടം അവിടുത്തെ അപ്ഡേറ്റ് ഇന്നലെ വരും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അപ്ഡേറ്റ് എന്ന് പറയുന്നത് പടത്തിൻ്റെ റിലീസ് ഡേറ്റ് ആണ് മെയ് 1, 2026. ആ ടൈമിലാണ് പടം പുറത്തിറങ്ങാനുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും 3 പോസ്റ്റേഴ്സ് വന്നിട്ട് 3 ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടം മൊത്തത്തിൽ 6 കൺട്രീസിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതേമാതിരി 23 സെറ്റ് ഇട്ടിട്ടുണ്ട്. 150 കൂടുതൽ ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഖലീഫ എന്ന് പറഞ്ഞിട്ടുള്ള പൃഥ്വിരാജിൻ്റെ പടത്തിൻ്റെ ഷൂട്ടിംഗ് നാളെ മുതൽ തുടങ്ങുന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും UK ഷെഡ്യൂളാണ് ഫസ്റ്റ് സ്റ്റാർട്ടാകാൻ പോകുന്നത്. UK എന്ന് പറയുമ്പോൾ ലണ്ടനിൽ വെച്ചിട്ടാണ് ഷൂട്ട് നടക്കാൻ പോകുന്നത്. ഒരു 10 ദിവസത്തെ ഷെഡ്യൂളാണെന്നുള്ളതാണ് കേൾക്കുന്നത്, ഒരു ചെറിയ ഷെഡ്യൂൾ. എന്തായാലും ഒരു ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പൃഥ്വിരാജ് പങ്കുവച്ചിട്ടുള്ളതാണ്. കേരളത്തിൽ കളക്ഷൻ 1.5 കോടിയുടെ മുകളിലേക്കായിട്ടുണ്ട്. എന്തായാലും മലയാളം ഭാഷയിലല്ലാതെ തമിഴ് ഭാഷയിൽ വന്നിട്ട് 1 കോടിയുടെ മുകളിൽ വരുന്ന കേരളത്തിൽ വന്ന തെലുങ്ക് പടമായി മാറിയിട്ടുണ്ട് കിങ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള. ഈ 1.5 കോടിയിലും കൂടുതൽ എന്ന് പറയുമ്പോൾ ഇത്ര ദിവസം കൊണ്ട് 4 ദിവസം കൊണ്ട് 1.52 കോടിയാണ് കേരളത്തിൽ നേടാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് 67 കോടിയിലും കൂടുതൽ നേടി എന്നുള്ള ഒഫീഷ്യൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതേമാതിരി 4 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് 82 കോടിയിലും കൂടുതൽ നേടിയിട്ടുണ്ടെന്നും ആ ഒരു ഒഫീഷ്യൽ പുറത്തിറക്കി വിട്ടിട്ടുണ്ട്. പിന്നെ സുമതി വളവ് എന്ന് പറഞ്ഞ പടത്തിന് നല്ല കളക്ഷനാണ് ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 2 ദിവസം കൊണ്ട് 5.5 കോടിയായി എന്നുള്ള അറിയിച്ചുകൊണ്ടൊരു പോസ്റ്റർ വന്നായിരുന്നു. എന്തായാലും കേരളത്തിൽ മാത്രം 3 ദിവസം കൊണ്ട് 6.50 കോടിയാണ് നേടിയിട്ടുള്ളത്. വീക്കെൻഡ് കളക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും വേൾഡ് വൈഡ് ഏറ്റവും 9.56 കോടിയിലും കൂടുതലായിട്ടുണ്ടെന്നുള്ളതും അറിഞ്ഞിട്ടുണ്ട്. പിന്നെ 4ാമത്തെ ദിവസം നല്ല തിങ്കളാഴ്ചയായിരുന്നു. ആ ദിവസം 1 കോടിയുടെ മുകളിലേക്ക് കേരളത്തിൽ നിന്ന് കളക്ഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും വേൾഡ് വൈഡ് ആയിട്ട് 10 കോടിയുടെ മുകളിലേക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ കളക്ഷൻ. പിന്നെ വാർ 2 എന്ന് പറഞ്ഞിട്ടുള്ളോളം ഇന്ത്യയിൽ മാത്രം 6500 കൂടുതൽ സ്ക്രീൻസിലാണ് റിലീസിന് എത്തിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്നുവെച്ചാൽ അത്യാവശ്യം കുറേ സ്ക്രീൻസ് പടത്തിന് കിട്ടുന്നുണ്ട്. മെയിനായിട്ട് IMAX സ്ക്രീൻസൊക്കെ അവർ എടുത്തുക്കണം എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും നോക്കി നോക്കാം. പിന്നെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ലോകേഷ് രാജ് എടുത്ത പടം വലിയ സ്റ്റാർ കാസ്റ്റ് അടങ്ങുന്ന പടമാണ്. ഇതിൻ്റെ ട്രെയിലർ വന്നിരുന്നു. അത് 15 മില്യൺ+ വ്യൂസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും
തെലുങ്ക് ട്രെയിലർ 4 മില്യൺ പ്ലസ് വ്യൂസും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ പ്രസ് മീറ്റും അതായത് പ്രീ റിലീസ്മെന്റും ഇന്നലെ ഹൈദരാബാദിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പടത്തിന്റെ 10 days പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഇന്നലെ വന്നിട്ടുള്ളതാണ്. നല്ല പോസ്റ്ററായിട്ട് തന്നെയും തോന്നി. എന്തായാലും പടത്തിന് സർട്ടിഫിക്കറ്റ് ആണെന്നുള്ള ഓൾറെഡി അറിയിച്ചാണ്. പിന്നെ പടത്തിന്റെ റൺ ടൈമായി പറഞ്ഞു നിൽക്കുന്നത് 2 മണിക്കൂർ 50 മിനിറ്റാണ്. ചിലയിടത്ത് 2 മണിക്കൂറും 48 2 മണിക്കൂർ 49 കേൾക്കുന്നുണ്ട്. പക്ഷേ 2 മണിക്കൂർ 50 മിനിറ്റ് എന്നുള്ളതാണ് കൂടുതലും കേൾക്കുന്നത്. എന്തായാലും ഏകദേശം 6 റൺ ടൈം ഉണ്ട്. പിന്നെ പടത്തിലത്തെ ആൽബം പുറത്തിറങ്ങിയിരുന്നു, കൂലി ആൽബം. ഇത് 40 മില്യണിലും കൂടുതൽ സ്ട്രീമിംഗ് ആയിട്ടുണ്ട് സ്പോട്ടിഫൈയിലൂടെ മാത്രം. പിന്നെ DQ41 ദുൽഖർ സൽമാൻ്റെ 41ാമത്തെ പടത്തിൻ്റെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു ദുൽഖറിൻ്റെ ബർത്ത്ഡേക്ക്. പക്ഷേ അത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ ഇതിന് പൂജ നടന്നിട്ടുണ്ട്. അപ്പോൾ ക്ലാപ്പ് ബോർഡ് നാനി ദുൽഖർ സൽമാന് നൽകുന്ന രീതിയിലുള്ള ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. പിന്നെ അവരുടെ ടീം നിന്നിട്ടുള്ള കുറേ ഫോട്ടോസും കിട്ടിയിട്ടുണ്ട്. ഒക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ പൂജാക്കിട്ടായിരിക്കും നായിക എത്തുക എന്നുള്ളതൊക്കെയാണ് കേൾക്കുന്നത്. എന്നുവെച്ചാൽ ശ്രീലക്ഷ്മി വെങ്കടേശ്വര സിനിമാസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന പടമാണ്. എന്തായാലും പടത്തിൻ്റെ ഡയറക്ടർ രവി നെലക്കുടിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. മ്യൂസിക് എന്ന ജി പ്രകാശ് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അതേമാതിരി സിനിമാറ്റോഗ്രാഫി എന്ന് അനയ് ഗോസ്വാമി എന്നിട്ടുള്ള ആളാണ്. പിന്നെ പ്രൊഡക്ഷൻ ഡിസൈന് കൊല്ല അവിനാശ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. എന്തായാലും പടം ഗംഭീരമായിട്ട്. അപ്പോൾ അതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.